ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അദി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു പുതിയ ഓസ്കാറിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഓസ്കാറിനെ മേടിച്ചിട്ടിപ്പോൾ ഏകദേശം ഒരാഴ്ച ആയിട്ടുണ്ട്. അപ്പോൾ അവൻ നല്ല രീതിക്ക് ഇണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനെ കാണിച്ചു തരാം. അപ്പോൾ എവിടെ നിന്നാണ് മേടിച്ചത്, ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എല്ലാം ഞാൻ വീഡിയോയിൽ പറയാനുണ്ട്. അപ്പോൾ സ്കിപ്പാക്കാതെ കാണുക. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഓസ്കാർ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ തലയുടെ മേളിലായിട്ടൊരു വൈറ്റ് കളർ. അത് ഈ അക്കോറത്തിട്ടേക്കണ കല്ല് കണ്ടു. ഇത് ശരിക്കും നേരെ കിടക്കണതാണ്. നേരെയാണ് ഞാൻ ഇട്ടേച്ചത്. ഇവൻ കല്ല് ഇടിച്ചിടിച്ചിട്ടിച്ച് ആ മൂലക്കോട്ടും ആക്കി അങ്ങനെ തല മുറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മളിനി അത് ഉപ്പ് കല്ലും മെത്തിലും ബ്ലൂ ഇട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. ഇല്ല അവിടെ ആ പൊട്ടിയ സ്ഥലത്തായിട്ട് ഫംഗസ് വന്ന് വീണ്ടും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ആരുടെയെങ്കിലും മീൻ വന്നു കഴിഞ്ഞാൽ തലയോ എവിടെയെങ്കിലും പൊട്ടിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ മീനെ പിടിച്ചിട്ട് ആ പൊട്ടിയ സ്ഥലത്തേക്ക് മെത്തിലും ബ്ലൂ കയ്യിലെടുത്ത് ആ പൊട്ടിയ സ്ഥലത്തേക്കൊന്ന് വെച്ച് കൊടുക്കുക. ഇല്ലെങ്കിൽ വെള്ളത്തിലേക്ക് ഉപ്പ് കല്ല് ഇതിപ്പോൾ ഒരു 5 ലിറ്റർ 6 ലിറ്റർ കൊണ്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു 2 സ്പൂൺ ഉപ്പ് കല്ല് അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് മെത്തിലും ബ്ലൂ ഒരു 4 തുള്ളി ഞാൻ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ പിന്നെ ഇത് അവിടെ ഇന്ന് ഉണങ്ങിപ്പോവും, പുറത്ത് പോകും. ഇല്ലെങ്കിൽ അവിടെ ഫംഗസ് വരെ കഴിയുന്നുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഈ അക്യോറത്തിൽ ആൽഗ പിടിച്ചിട്ടുണ്ട്. ഒരാഴ്ചയായി ആൽഗ പിടിച്ചിട്ടുണ്ട്. ഈ ആൽഗ ഉള്ള സ്ഥലമാണെങ്കിൽ ഫംഗസ് പെട്ടെന്ന് വരും. പ്രത്യേകിച്ച് ഇപ്പോൾ തണുപ്പാണ്, മഴക്കാലമായതുകൊണ്ട് തന്നെ ഫംഗസ് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ മീൻ പൊട്ടിയിട്ടുണ്ട്. എത്രയും ഉപ്പ് കല്ല് ഇടേണ്ടതാണ്. പിന്നെ നന്നായിട്ട് ഇണങ്ങിയിട്ടുണ്ടോ ഗൈസ്? ഉണ്ടോ? ഒരാഴ്ച ആയുള്ളെങ്കിലും നല്ല രീതിക്ക് ഇണങ്ങിയിട്ടുണ്ട്. ഉണ്ടോ? ഓസ്കാർ പെട്ടെന്ന് ഇണങ്ങാണ് ഗൈസ്. കളർ അത്യാവശ്യം നല്ല രീതിക്കുണ്ട്, കാണുമ്പോൾ പറയാൻ പറ്റും. ഉണ്ടോ? കളർ നല്ല രീതിക്കുണ്ട് ഗൈസ്. പിന്നെ ഈ പച്ച കളർ സ്പോട്ട് കണ്ടോ? ഇത് ആൽഗയാണ്. ഇന്നലെ ഞാൻ വെള്ളം മാറി, അപ്പോൾ ഇവിടെ ഒന്നും ഉരച്ച് കഴുകിയില്ല. അതവിടെ ഇരിക്കട്ടെ. കുറച്ച് ആൽഗ നല്ലതാണ് ഗൈസ്, പക്ഷേ ഇവിടെ ഉരച്ചിട്ട് പോകുന്നില്ല ഗൈസ്. ഈ ആൽഗ ഉരച്ചിട്ടും പോകുന്നില്ല ഗൈസ്. ഇല്ലേ? അപ്പോൾ ഇത് ഞാൻ മേടിച്ചത് എറണാകുളം ജില്ലയിൽ കീഴില എന്ന സ്ഥലത്ത് ഏഞ്ചൽ വിങ്സ് എന്ന് പറഞ്ഞൊരു ഫാമുണ്ട് ഗൈസ്. അപ്പോൾ അവിടെ നിന്നാണ് മേടിച്ചത്. നമുക്ക് ഏഞ്ചൽ വിങ്സ് എന്ന് അടിച്ചു കൊടുത്താൽ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ കിട്ടും ഗൈസ്. നല്ല ക്വാളിറ്റിയുള്ള മീനാണ്. മേടിച്ച സമയത്ത് ഈ മുറിവൊന്നുമില്ല, പക്ക ഇതായിരുന്നു. പക്ഷേ ഇവിടെ ഈ കല്ല് എനിക്കെടുത്ത് ഇനി മാറ്റണം ഗൈസ്. ഇല്ല ഇവൻ പിന്നെയും ഇടിച്ച് ഈ മുറിവ് ആക്കും. കല്ലിലൊക്കെ പൂപ്പലാണ് ഗൈസ്, കണ്ടില്ലേ? പിന്നെ വേസ്റ്റ് കിടക്കണമുണ്ടല്ലോ. ഈ ഒരു ഓസ്കാറേ ഉള്ളൂ, പക്ഷേ ഓസ്കാറിന് അത്യാവശ്യം വേസ്റ്റ് ഉണ്ട് ഗൈസ്. വേസ്റ്റ് ചെയ്തു. ഫിൽറ്ററിൻ്റെ വെക്കാനുള്ള സ്റ്റാൻഡൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്, പക്ഷേ ഫിൽറ്റർ നമ്മൾ വെച്ചിട്ടില്ല. ഫിൽറ്റർ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് ഫിൽറ്റർ. ഈ ഫിൽറ്റർ കേടായിരിക്കുകയാണ്. അപ്പോൾ ഈ അക്വേറിയം പുതിയതല്ല, നമ്മുടെ കയ്യിലുണ്ടായിരുന്നതാണ്. അപ്പോൾ 5-6 വർഷമായി അക്വേറിയം മേടിച്ചിട്ട്. അപ്പോൾ ആ സമയത്ത് മേടിച്ച ഫിൽറ്ററാണ്. അപ്പോൾ ഇത് കേടായിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി പുതിയ ഫിൽറ്റർ മേടിക്കണം. എന്നിട്ട് വേണം ഒരു ഓസ്കാറിനെ കൂടി മേടിച്ചിടാൻ. എന്താ പറ്റിയെന്ന് അറിയത്തില്ല. ഇത് ഫുള്ളഴിച്ച് അതിൻ്റെ അകത്ത് പായൽ പിടിച്ചിരിപ്പുണ്ടായിരുന്നു. ഫുള്ളഴിച്ച് പായലൊക്കെ കളഞ്ഞ് എന്നിട്ട് ഈ സാധനം കുത്തി നോക്കി, പക്ഷേ എന്നിട്ടും അടിയാനുള്ള ഗൈസ്. അപ്പോൾ മൊത്തത്തിൽ അടിച്ചു പോയിരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ പുതിയ ഫിൽറ്റർ മേടിക്കണം. എന്നിട്ട് വേണം ഒരെണ്ണത്തിനെ കൂടി മേടിക്കാൻ. ഫിൽറ്റർ മേടിച്ചാലേ ഒരു ഓസ്കാറിനെ കൂടി മേടിക്കാൻ പറ്റുള്ളൂ. കാരണം ഓസ്കാറിന് നല്ല രീതിക്ക് വേസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ കണ്ടല്ലോ, ഓരോ ഓസ്കാർ ഉണ്ടായിട്ട് തന്നെ ഇത്രയും വേസ്റ്റാണ്. എല്ലാ ദിവസവും വലിച്ച് കളഞ്ഞില്ല വെള്ളം പെട്ടെന്ന് ചീത്തയായി പോകും. നമ്മൾ ട്യൂബ് വെച്ച് വലിച്ച് കളയും എല്ലാ ദിവസവും. അതുകൊണ്ട് ഇങ്ങനെ വേസ്റ്റ് ഇപ്പോൾ ഇന്ന് രാവിലെ തീറ്റ കൊടുത്ത് നമ്മപ്പോൾ ഇങ്ങനെ കിടക്കുക. ഇനി വൈകുന്നേരം വലിച്ച് കളയും. അല്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് ചീത്തയായി പോകും ഗൈസ്. ഒരു ഓസ്കാർ ഉള്ളെങ്കിലും പെട്ടെന്ന് ചീത്തയാവും. ഓസ്കാറിന് ഫിൽട്രേഷനും എയറേഷനും വെക്കണമെന്നാണ് നല്ലത്. ഞാൻ വെച്ചിട്ടില്ല, വെക്കണമെങ്കിൽ വെക്കാം.
അപ്പോൾ ഗൈസ് നമ്മുടെ ഓസ്കാറിനൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ ഈ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ ഓസ്കാറിന് വില വരുന്നത് 120 രൂപയാണ് ഞാൻ മേടിച്ചത് ഈ സൈസിന്. നല്ല ക്വാളിറ്റിയുള്ള മീനാണ്. 120 രൂപ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത പ്രൈസാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓസ്കാറിനെ വേണമെങ്കിൽ നിങ്ങൾ ഏഞ്ചൽ വിങ്സിൽ ചെല്ലുക. അവിടെ നിങ്ങൾ ഇൻസ്റ്റയിൽ എടുത്ത് നോക്കുക. അവർ പുതിയ മീൻ വരുമ്പോൾ പോസ്റ്റ് ഇടും. അപ്പോൾ മീനുണ്ടെങ്കിൽ ആ ഇൻസ്റ്റയിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കൊറിയർ വെച്ച് തരുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെന്ന് മേടിക്കാം. കീഴില്ലത്ത് ഒരു കനാൽ വഴിയുണ്ട് ഗൈസ്. ആ വഴി നേരെ ചെന്ന് കയറുന്നത് ആദ്യത്തെ ഫാം ഏഞ്ചൽ വിങ്സ് ആണ്. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടാവും. പിന്നെ ഗൂഗിൾ മാപ്പിലും കിട്ടും ഗൈസ്. അപ്പോൾ കീഴില്ല, എറണാകുളം ജില്ലയിൽ കീഴില്ല, അവിടെ കിട്ടും. എല്ലാ മീനും ക്വാളിറ്റിയുള്ള മീനാണ്. ഞാൻ ഇപ്പോൾ 2-3 മീനെ മേടിച്ചിട്ടുണ്ട് അവിടെ നിന്ന്. എനിക്ക് കുഴപ്പമില്ല, മീൻ നല്ല ക്വാളിറ്റിയുള്ള മീൻ തന്നെയാണ്. അപ്പോൾ ആർക്കെങ്കിലും മീനെ വേണമെങ്കിൽ അവിടെ നിന്ന് മേടിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.